ഒന്നുകൂടി വായിച്ച ദൈവാസനെ. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. ദാവീദിന്റെ ഒരു സങ്കീർത്തനം അല്ലേ? ദാവീദിന്റെ സങ്കീർത്തനമാണ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. അപ്പോൾ 62-ാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആ സങ്കീർത്തനം ഒന്ന് നോക്കിയ യദുദ്യാന്യ രാഗ്യത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. എൻ്റെ ഉള്ളത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്നു വരുന്നു. അപ്പോൾ 62-ാം സങ്കീർത്തനം ദാവീദ് 1-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി. എന്തുകൊണ്ടായിരിക്കണം ദാവീദ് അത് പറഞ്ഞത്? മേരി ആൻറ്റി, ഈ സങ്കീർത്തനം 62-ാം സങ്കീർത്തനം എപ്പോഴാണ് ദാവീദ് എഴുതിയത്? അവിടെ ഉണ്ടോ? അല്ല, ഈ സങ്കീർത്തനം എഴുതാൻ ഉള്ള ദാവീദ് ഓരോ സങ്കീർത്തനം എഴുതുമ്പോൾ ഒരു കാലഘട്ടമുണ്ട്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതാനുള്ള കാര്യം ഞാൻ പറയാം. തൻ്റെ മകനായ അബ്ശാലോം, തൻ്റെ രക്തത്തിൽ നിന്നും പിറന്ന അബ്ശാലോം മകൻ, തൻ്റെ വിശ്വസ്തനായ ഒരു പ്രവാചകൻ. ദാവീദ് ഒരു വിരൽ അനക്കണമെങ്കിൽ ആ ദൈവമനുഷ്യനോട് ചോദിച്ചിട്ടേ വിരൽ അനക്കും. പേര് പറയാമോ? അഹിത്തോഫേൽ. അഹിത്തോഫേൽ എന്ന് പറയുന്ന വിശ്വസ്തനായ ദാവീദിന്റെ ഒരു സ്നേഹിതൻ എന്ന് വേണേൽ പറയാം. അപ്പോൾ തന്നെ പ്രവാചകനാണ്. താൻ പറയുന്നത് അച്ചിട്ടാണ്, താൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. യുദ്ധത്തിന് പോയിക്കോ, വിജയമുണ്ടെന്ന് പറഞ്ഞാൽ വിജയം ഉറപ്പാണ്. പോകരുത് എന്നാണ് ആവർത്തിക്കുന്നതെങ്കിൽ പോയാൽ പണി കിട്ടും. അന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ വാക്ക് പോലെ ആയിരുന്നു അഹിത്തോഫേലിന്റെ വാക്ക് ദാവീദിന്. ഒരിക്കൽ ആടുകളുടെ രോമം കത്രിക്കുന്ന ഒരു വലിയ ഉത്സവം യെരുശലേമിൽ നടക്കുന്ന സമയത്ത് ദാവീദും അതിനുവേണ്ടി പോയി. യോർദാൻ കടന്ന് ആടുകളുടെ രോമം കത്രിക്കുന്ന ആ വലിയ ഉത്സവം കഴിഞ്ഞ് യോർദാന്റെ അടുക്കൽ വരുമ്പോൾ യെരുശലേമിന്റെ തെരുവിൽ നിന്നുകൊണ്ട് ഒരു വലിയ ആരവാരം കേൾക്കുക. ഈ യഹൂദ പശ്ചാത്തലത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ആരവാരത്തിനും ഓരോ സൈൻ ഉണ്ടായിരുന്നു. യുദ്ധത്തിൻ്റെ സമയത്തൊരു ആരവാരം, അത് കേൾക്കുമ്പോൾ ആളുകൾക്കറിയാം യുദ്ധമാണ്. യുദ്ധം ജയിച്ചു വരുമ്പോൾ ഒരു ആരവാരമുണ്ട്, അത് കേൾക്കുമ്പോൾ യുദ്ധം ജയിച്ചു വരുന്നതാണ്. പക്ഷെ ഇവിടെ യോർദാൻ കടക്കുന്ന ദാവീദ് കേൾക്കുന്ന ശബ്ദം രാജവാഴ്ചയുടെ ശബ്ദമാണ്. നിങ്ങൾക്ക് ആരും പഠിത്തം കിട്ടുന്നുണ്ടോ? ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് രാജാവായി ഭരിച്ച് രോമം കത്രിക്കുന്ന ആടുകളുടെ ഉത്സവം ആചരിച്ച് തിരിച്ചു വരുമ്പോൾ തൻ്റെ രാജ്യത്ത് ഒരു രാജവാഴ്ചയുടെ ശബ്ദം കേൾക്കുകയാണ്. കൂടെ നിൽക്കുന്ന യോബാവിനോട് ചോദിക്കുന്ന, യോബാവേ എന്താണ് ഈ ശബ്ദം? യോബ് പറഞ്ഞു, ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടല്ലോ, എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യ്, അങ്ങ് യോർദാന്റെ തീരത്ത് വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. നിങ്ങളെ സാഹചര്യം നോക്കിക്കേ. യോർദാന്റെ തീരത്ത് ദാവീദിനെ നിർത്തിയിട്ട് യോബാവ് എന്ന് പറയുന്ന സൈന്യാധിപൻ ഇതാ യെരുശലേമിന്റെ തെരുവീതിയിലേക്ക് ആരും അറിയാതെ കയറി വരുമ്പോൾ തെരുവിൽ രഥഘോഷയാത്രകൾ നടക്കുന്നു. അതിൽ രാജപല്ലക്കിനകത്ത് കിരീടധാരിയായി ഒരു മനുഷ്യൻ നിൽക്കുന്നു. അവന്റെ ശിരസിൽ നിന്നും താഴേക്ക് വീണ് കിടക്കുന്ന മുടി അവന്റെ രഥത്തിലേക്ക് വീണ് കിടക്കുന്നു. യോബാവിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി, മറ്റാരുമല്ല, അത് ദാവീദിന്റെ മകനായ അബ്ശാലോമാണ്. പിന്നെ യോബാവിന്റെ നോട്ടം അവന്റെ അടുക്കൽ നിൽക്കുന്നത് ആരാണ് നോക്കിയപ്പോൾ മനസ്സിലായി, ദാവീദിന്റെ സ്നേഹിതനായ, ദാവീദ് ദൈവത്തെ പോലെ കണ്ടതായ അഹിത്തോഫേൽ ഇതാ രഥത്തിന്റെ തൊട്ടടുത്ത്. പിന്നെ ശേഷിച്ചില്ല. അവൻ യോബാവ് ഒരൊറ്റ ഓട്ടമാണ്. ഓടിച്ചെന്ന് അവൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ ചതിച്ചു,
ആര്? മഹാരാജാവേ ചതിയിൽപ്പെട്ടു. ആര് ചതിച്ച കാര്യമാണ് നീ പറയുന്നേ? യജമാനനെ, അങ്ങയുടെ മകൻ ചതിച്ചു. എന്നാ പറ്റി? അങ്ങയ്ക്ക് പകരം അങ്ങയുടെ മകൻ അബ്ശാലോം രാജാവായി. ദാവീദ് തൊണ്ടയിടറിക്കൊണ്ടൊരു ചോദ്യം ചോദിച്ചു, ആരാണ് അതിന് നിയോഗം കൊടുത്തത്? അങ്ങയുടെ സഹപടൻ, സ്നേഹിതൻ അഹിത്തോഫേൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യോർദാന്റെ തീരത്ത് കീഴക്കവൻ ഹൃദയം ഏടറിയവനായി, മനസ്സ് തകർന്നവനായി, പൂഴി വാരി തലയിലേക്കിട്ട് ഉടുത്തിരുന്ന വസ്ത്രം വലിച്ച് കീറിക്കളഞ്ഞ് വാവിട്ടൊരു നിലവിളിച്ചു, ദൈവമേ, എനിക്കെതിരെ എഴുന്നേറ്റതൊരു ശത്രുവായിരുന്നെങ്കിൽ ക്ഷമിക്കാമായിരുന്നു. എൻ്റെ അപ്പം തിന്നവനും എൻ്റെ പ്രാണസ്നേഹിതനും എനിക്കെതിരെ കുതികാലുയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ദാവീദ് പൊട്ടി കരഞ്ഞ് തകർന്ന് തരിപ്പണമായി. ഇനി അടുത്ത കേട്ടോ. ആ സമയത്ത് ആ മുട്ടുമേലിരുന്ന് പാടിയ സങ്കീർത്തനമാ 62-ാം സങ്കീർത്തനം. ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി അല്ലേ? എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഇങ്ങനൊരു സങ്കീർത്തനം ഇടപെടാൻ കർത്താവ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പുറത്തൊന്നൊരു പീഡനം വന്നാൽ കുഴപ്പമില്ല സഹോദരാ. പുറത്തൊന്നൊരു പ്രശ്നം വന്നാൽ ഒരുവനും തകരില്ല. പുറത്തൊന്നൊരു പ്രശ്നം നേരിട്ടാൽ ഒരുവനും ഉടയാൻ സമ്മതിക്കില്ല. പക്ഷെ ഒരു മനുഷ്യൻ തകരണമെങ്കിൽ അകത്തൊന്നൊരു പ്രശ്നമുണ്ടായാൽ മതി. നിന്റെ കുടുംബത്തിനകത്തുനിന്ന്, നീ ആശ്രയം വെച്ചിടത്തുനിന്ന്, നീ തോളിൽ കൈയിട്ടെടുത്തുനിന്ന്, അല്ല നിന്റെ ഓഫീസിനകത്തുനിന്ന്, നിന്റെ സഹപാഠിയുടെ അടുക്കൽ നിന്ന്, നീ ശുശ്രൂഷിക്കുന്നതിന്റെ നടുവിൽ നിന്ന്, അല്ല നീ എവിടെയൊക്കെ ഏതൊക്കെയോ സ്ഥാനത്ത് നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ, അതിനകത്തുനിന്ന് നിനക്കൊരു പ്രശ്നം നേരിട്ടാൽ നീ ഉടഞ്ഞു പോകും സഹോദര. എത്ര വലിയ ശക്തനാണേലും, എത്ര വലിയ മല്ലനെ വീഴ്ത്തിയ ദാവീദാണേലും, ഇടങ്കൈകൊണ്ടും വലങ്കൈകൊണ്ടും യുദ്ധം ചെയ്യാൻ സമർത്ഥനായവനാണെങ്കിലും, എന്തിനേറെ അന്നത്തെ ഏറ്റവും വലിയ ആരവാരം മുഴർത്തിയ ഗോലിയാത്ത് പോലും ദാവീദിന് മുമ്പിൽ നിലം പരിചായി വീണ ഈ ദാവീദ് പോലും അകത്തുന്നൊരു പ്രശ്നം വന്നപ്പോൾ ഉടഞ്ഞുപോയി. നിങ്ങൾക്ക് ദൂത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദൈവ ശബ്ദം കേൾക്കുന്ന ആരോ അകത്തളത്തിന്റെ വിഷയങ്ങളിൽ ഞെരുക്കമനുഭവിച്ച് ഭാരപ്പെടുന്ന ആരോ ഉണ്ട്. ഞാൻ ആ മനുഷ്യനിൽ നിന്നും അത് പ്രതീക്ഷിച്ചില്ല, ഞാൻ ആ വ്യക്തിയിൽ നിന്നും അതൊട്ടും പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ആ മനുഷ്യൻ എന്നോട് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അവൾ എന്നോട് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ മകളല്ലേ, എൻ്റെ മകനല്ലേ, ഞാൻ വളർത്തിയതല്ലേ, ഞാൻ കൊണ്ടുവന്നതല്ലേ, ഞാൻ സാഹചര്യം ഒരുക്കിയതല്ലേ, ഞാൻ അവസരങ്ങൾ കൊടുത്തതല്ലേ എന്നുള്ള വേദനകൾ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നും ദാവീദിനെ പോലെ ഉയരുമ്പോൾ ദാവീദ് പറയുന്നു, അതിന് ഞാൻ പ്രതികാരം ചെയ്യില്ല, അതിന് നേരെ ഞാൻ വാളെടുക്കില്ല, അവന് നേരെ എൻ്റെ ആയുധം എടുക്കില്ല, പകരം ഞാൻ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കും. കാരണം ഇതിന് പ്രതികാരം ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ സർവശക്തനായ ദൈവമാണ്. ഇപ്പോൾ എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ, വരുന്ന പ്രതികൂലങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ നിൽക്കരുത്. യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം ദൈവത്തിന് വിട്ടുകൊട്. ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിക്കോ. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തെ സ്തുതിക്കുന്ന എത്ര ദൈവമക്കൾ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ട്, അവരോടെല്ലാം ദൈവം പറയുന്നു, ഒരു പക്ഷെ നീ സ്നേഹിക്കുന്ന നിന്റെ മക്കളായിരിക്കാം, ഒരു പക്ഷെ നീ സ്നേഹിക്കുന്ന നിന്റെ ദൈവദാസനായിരിക്കാം, ഒരു പക്ഷെ നീ സ്നേഹിക്കുന്ന നിന്റെ ബിസിനസ്സിലെ ജോലി സ്ഥലത്തെ വ്യക്തികളായിരിക്കാം, അവരാര് വേണേലും നിനക്കെതിരെ എഴുന്നേൽക്കട്ടെ, നിന്റെ അധികാരങ്ങൾ അവർ തട്ടിപ്പറിച്ചെടുക്കട്ടെ, ദൈവം നിനക്ക് തന്ന മാന്യത അവർ ഒരുപക്ഷെ നിന്നിൽ നിന്നും ചോർത്തിയെടുക്കട്ടെ. പക്ഷെ നീ പറ, ഞാൻ ദാവീദിനെ പോലെ മൗനമായിരിക്കും, മൗനമായിരിക്കും, ഞാൻ മൗനമായിരിക്കും, ഞാൻ മൗനമായിരിക്കും. അവൻ ദൈവവൈദ്യന് നീ മൗനമായിരിക്കെ. പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, ചെയ്യുന്നൊരു ദൈവമുണ്ട്.
അവൻ എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ന്യായം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി അവൻ അടയാത്ത രണ്ട് കണ്ണുണ്ട്. അവൻ പ്രവർത്തന രഥമല്ലാത്ത രണ്ട് കരങ്ങൾ നിനക്ക് വേണ്ടിയുണ്ട്. എപ്പോഴും ചലിക്കുന്ന ഒരു കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ വിശുദ്ധ കരമടിച്ച് ഇന്ന് രാത്രി ആരാധിച്ചിട്ട് പറ, അതെ, ഞാൻ എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുകയാണ്. താങ്ക് യു ജീസസ്. ഇപ്പോഴാണ് എനിക്ക് ദൂതിൻ്റെ ആഴം മനസ്സിലായത്. ഇത് ഈ പോക്ക് എങ്ങോട്ടാ പോയത്? അവൻ ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു സങ്കീർത്തനം എൻ്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ഞാനും ദൈവമേ ഇതെങ്ങനെ പ്രസംഗിക്കും, എന്താ ഇതിന് പറയേണ്ടത് എന്നുള്ളൊരു ചിന്തയില്ല. കാരണം ഒരു പ്രസംഗം നല്ലതുപോലെ പ്രസംഗിക്കണമെങ്കിൽ അതിരുന്ന് ധ്യാനിച്ച് അതിന് അവൻ തയ്യാറാകണം. അങ്ങനെ ഒരു ഒരുക്കമില്ലാതെ ഒരു കാര്യം ഇടപെട്ടാൽ എങ്ങനെയായിരിക്കും? പക്ഷെ ഞാൻ പറയുക, ഇത് ഒരുക്കത്തിൻ്റെ പ്രസംഗമല്ല, ഇത് സ്പോട്ടിൽ ദൈവം ഇടപെടുന്ന പ്രസംഗമാണ്. ഓരോ കുഞ്ഞുങ്ങളോടും ദൈവം സംസാരിക്കുന്ന പ്രസംഗമാണ്. നീ സ്നേഹിച്ചവരും നീ ആമൻ കരുതിയവരും ആമൻ ഒരിക്കലും അവർ എന്നോടത് കാണിക്കില്ല എന്ന് നീ വിലയിരുത്തിയവരും നിനക്കെതിരെ എന്തൊക്കെ ചെയ്താലും ദൈവ പൈതലേ, ഇന്നത്തെ രാത്രിയിലെ ദൂത് കുറിച്ചിട്ടോ നീ മൗനമായിരിക്ക്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. സ്തോത്രം. സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ ഓരോന്ന് പറയുന്നു. നിങ്ങൾ ഇന്ന് ഒറ്റ കാര്യം നിങ്ങൾ വിട്ടുകളയരുത്. ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. എൻ്റെ ദൈവത്തെ നോക്കി ഞാൻ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേ? മൗനമായിരിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, കഴിവില്ലാത്തവനാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കഴിവില്ലാത്തവനല്ല മൗനമായിരിക്കുന്നത്. അവന് രഥമുണ്ട്, അവന് കുതിരയുണ്ട്, സൈന്യ ബാഹുല്യം അവനുണ്ട്, ഒരു രാജ്യം മുഴുവൻ അവന്റെ കയ്യിലാണ്. ദാവീദിനെ കുറിച്ചല്ലേ വിശുദ്ധ ബൈബിൾ പറയുന്നത്? ശൗൽ മേൽക്കുമേൽ ക്ഷയിച്ചും ദാവീദ് മേൽക്കുമേൽ ആമൻ ശമൻ ബലം പ്രാപിച്ചും പോന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ദാവീദിന്റെ ഗ്രഹം അവൻ ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ദാവീദിന് എന്തും ചെയ്യാൻ കഴിവുണ്ട് ദൈവമക്കളെ. ഞാൻ ഒന്നുകൂടി പറയാം. അഹിത്തോഫേൽ എന്ന് പറയുന്നത് ദാവീദിന്റെ മുമ്പിൽ എൻ്റെ കൊച്ചു ഭാഷ പറഞ്ഞ ഉറുമ്പ് പോലെയാണ്, വെറും ഉറുമ്പ് പോലെ. അബ്ശാലോം എന്ന് പറയുന്ന ഈയാമ്പാറ്റ പോലെയാണ്. ദാവീദിന് ആ ചിറക് മുറിച്ചു കളയാൻ അധികാരമുണ്ട്. അവൻ അബ്ശാലോമിനെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഗലീലെ കടലിലേക്ക് എറിഞ്ഞു കളയാൻ ദാവീദിന് അധികാരമുണ്ട്, പദവിയുണ്ട്. എന്നിട്ടും ദാവീദ് പറയുന്നു, എനിക്കെതിരെ എഴുന്നേറ്റവന്റെ നേരെ എൻ്റെ പദവി ഞാൻ എടുക്കില്ല, എൻ്റെ ആൾബലം ഞാൻ എടുക്കില്ല. കാരണം ഞാൻ ചെയ്താൽ കുറച്ചേ ചെയ്തു, ദൈവം ചെയ്താൽ നല്ലവണ്ണം ചെയ്യും. ദൂത് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ചെയ്യുന്നത് പോലെയല്ല ദൈവം ചെയ്യുന്നത്. ദൈവം ചെയ്താൽ മാന്യമായിട്ട് ചെയ്യും, ദൈവം ചെയ്താൽ വളരെ നീറ്റായിട്ട് ചെയ്യും. കരമടിച്ച് ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി പറ. നീ മൗനമാകുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ദൈവം മൗനമാകുന്നെന്ന്. കർത്താവിന് നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞേ. അപ്പൊ ഈ മനുഷ്യൻ പറയാണ്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി എന്ത് ചെയ്തിരിക്കുന്നു? മൗനമായിരിക്കുന്നു. എന്തുകൊണ്ട് ദാവീദ് മൗനമായെന്നറിയാമോ? ദാവീദിന്റെ ഉള്ളത്തിൽ പണ്ടൊരിക്കൽ ദൈവം പറഞ്ഞു, നീ മിണ്ടാതിരുന്ന് ഞാൻ ആരെന്ന് അറിഞ്ഞുകൊള്ളുക. ദൂത് മനസ്സിലായോ? ദൈവത്തെ സേവിക്കാൻ വനാന്തരത്തിൽ വീണയും കൊണ്ട് പാട്ടുപാടി സകല മനുഷ്യരും തനിക്ക് ബോധിച്ച പോലെ പോയപ്പോൾ 10 ആടിനെ മേയിച്ചുകൊണ്ട് കാട്ടിൽ പാട്ടുപാടി ആരാധിച്ച നാമൻ ദാവീദിന് ഒരു കാര്യം അറിയാം, തൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവം ഉണ്ടെന്നറിയാം. ഒരു സ്തോത്രം പറഞ്ഞു മക്കളെ. ഇന്ന് രാത്രി ആത്മാവിൽ വെട്ടിക്കേറി ഞാൻ പറയുക, നിന്റെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി നിൽക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്, നിന്റെ പക്ഷത്ത് അവൻ എൻ്റെ ദൈവമുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ ഏറെ കുലുങ്ങി പോകില്ല, ഞാൻ ഏറെ കുലുങ്ങി പോകില്ല, ഞാൻ ഏറെ കുലുങ്ങി പോവില്ല. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്താന്ന് ഞാൻ ഈ വാക്യത്തിൽ നിന്ന് പറയാം. നമുക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നത്തെ, നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ നമ്മൾ തന്നെ വിധേയപ്പെടുത്തുക.
ഞാൻ ഒന്നുകൂടി പറയാം. നമുക്കെതിരെ ഒരു പ്രതിസന്ധി കയറി വരുമ്പോൾ ആ പ്രതിസന്ധിക്ക് എതിരെ നമ്മുടെ ഉള്ളം, നമ്മുടെ ഹൃദയം പെടഞ്ഞ് ചാടി കുടഞ്ഞെഴുന്നേൽക്കുമ്പോൾ നാം തന്നെ ആ എഴുന്നേറ്റ് വരുന്നതിനെ അടക്കിയിട്ട് പറയണം, അടങ്ങി അവിടെ ഇരിക്കുക, ദൈവം ചെയ്യട്ടെ. അല്ലേ? ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എൻ മനമേ സ്വസ്ഥമായിരിക്ക. ഇല്ലേ? എന്റെ മനമേ നീ ഒന്ന് സ്വസ്ഥമാക്. അതിനർത്ഥം എന്താണെന്നറിയാമോ? ദാവീദിനെതിരെ പ്രശ്നം വന്നപ്പോ ദാവീദിന് മനസ്സ് പറഞ്ഞു, എടുക്കട വാള്, കൊട്ടട, ചെയ്യടാ. അപ്പൊ ദാവീദ് പറഞ്ഞു, ചുമ്മാ ഇരി മനസ്സേ, ചുമ്മാ ഇരി. എന്റെ ദാവീദിന്റെ അന്തരംഗം മുഴുവൻ അങ്ങ് ബ്ലഡ് പ്രഷർ കൊണ്ട് അങ്ങ് എഴുന്നേറ്റപ്പോ ദാവീദ് പറഞ്ഞു, എന്റെ അന്തരംഗമേ നീ സ്വസ്ഥമാക്. എന്നിട്ട് ഈ ശരീരത്തിലെ അന്തരീയവങ്ങളെ എല്ലാം നോക്കിയിട്ട് ദാവീദ് പറഞ്ഞു, ദൈവത്തെ നോക്ക്, ദൈവത്തെ നോക്ക്, ദൈവത്തെ നോക്ക്. ആ കൈ പൊങ്ങല്ലേ, കാല് പൊങ്ങല്ലേ, നാവ് പൊങ്ങല്ലേ, അവൻ കൈ പൊങ്ങല്ലേ, കണ്ണ് പൊങ്ങല്ലേ, അവൻ ദൈവത്തെ നോക്ക്, ദൈവത്തെ നോക്ക്. ദൈവത്തെ നോക്കി ആര്? ദാവീദ് നോക്കി. 68-ാം സങ്കീർത്തനത്തിൽ നോക്കിയപ്പോൾ ഇതാ ദൈവം എഴുന്നേറ്റ് നിൽക്കുന്നു. അല്ലേ? 68-ന്റെ 1 ദൈവം ഇതാ സ്വസ്ഥമായത്. ഇന്ന് രാത്രി കഴിവില്ലാത്ത വർഗമായതുകൊണ്ടല്ല, മിടുക്കില്ലാത്തവരായതുകൊണ്ടല്ല, പിടിപാടില്ലാത്തത് കൊണ്ടല്ല മൗനമാകാൻ കാര്യം, എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്. അവൻ വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി കരം തട്ടി ഇരുന്ന് ഇടത്തിരുന്ന് ദൈവത്തെ ആരാധിക്ക്. അവൻ ലോകത്തിന്റെ ഏത് കരയിൽ ഇരുന്ന് നിങ്ങൾ ഇന്ന് രാത്രി ഈ വചനം കേട്ടാലും നിങ്ങൾ ഇരിക്കുന്ന അടുത്തിരുന്ന് അവൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങ്. നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ മിണ്ടാതിരിക്കും. ഈ ദാവീദ് ഉണ്ടല്ലോ, ദാവീദ് ഭയങ്കര സംഭവമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ദാവീദ് പല സ്ഥലത്തും ദാവീദ് എന്ത് ചെയ്തിട്ടുണ്ട്? മിണ്ടാതിരുന്നിട്ടുണ്ട്. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ നടന്നു പോകുക. ദാവീദ് നടന്നു പോകുമ്പോൾ ഒരുത്തൻ പുറകെ നടന്ന് ഇശായി പുത്രൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് ദാവീദിനങ്ങ് ശപിക്കാൻ തുടങ്ങി. വായിച്ചിട്ടില്ലേ നിങ്ങൾ? ദാവീദിനെ ശപിക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ അപ്പം തന്നെ പൂണിയെടുത്ത് ഒറ്റ എഴുത്ത് പരിപാടി കഴിഞ്ഞേനെ. കൂടെ നിന്ന യോവാബ് പറഞ്ഞു, വെട്ടിക്കളയട്ടെ. അപ്പൊ ദാവീദ് പറഞ്ഞു, കുഴപ്പമില്ല, അവനെ എന്നെ ശപിക്കാൻ ദൈവം അവനെ ആക്കി വെച്ചിരിക്കുക. എന്നെ ശപിക്കാൻ ദൈവം അവനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നു. അവർ നിന്റെ തല കയറാൻ, അവർ നിന്റെ മെക്കിട്ട് കയറാൻ. ആമേൻ. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഇന്ന് രാത്രി ദൂത് എനിക്ക് പിടുത്തം കിട്ടി. നീ ഒന്നും ചെയ്യാഞ്ഞിട്ടും നിന്റെ തല കയറി നിരങ്ങാൻ ദൈവം ചിലരെ അനുവദിക്കുക. ദൈവം അത് സമ്മതിക്കുക. അപ്പോഴൊക്കെ പറയണം, എൻ്റെ കയ്യെ, എൻ്റെ കാലെ, എൻ്റെ നാവെ, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ ചെവിയെ, എൻ്റെ ഇന്ദ്രിയമേ അനങ്ങല്ല, സ്വസ്ഥമാക, മൗനമായിരിക്കെ. എഴുന്നേൽക്കുന്ന ഒരുവനുണ്ട്. ഇപ്പൊ ദൂത് മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാ. എന്നിട്ട് പുള്ളി ഇതോട് പറയാ, അവൻ എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്നിട്ട് താൻ തന്നോട് തന്നെ പറയുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. എൻ്റെ രക്ഷ ഒരാമൻ പറയാമോ? ഒന്നും ചെയ്തില്ല കേട്ടോ, ഒന്നും ചെയ്തില്ല. ഈ ദാവീദേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുത്തൻ ഓടിച്ചെന്നിട്ട് പറഞ്ഞു അബ്ശാലോമിനോട്, മോനെ, അപ്പ വരുന്നുണ്ട്. ആര് വരുന്നുണ്ട്? അപ്പ വരുന്നുണ്ട്. ആരോട്? രാജാവായ മകനോട്. പുള്ളി എന്താ ചെയ്യുന്നറിയ? അടുക്കള വാതിൽ വഴി ഒരു കുതിരയെ കയറി ഒറ്റപ്പോക്ക്. മുടി അഴിച്ചിട്ടേക്കായിരുന്നു. മുടിയെ പോയത് കരുവേലകത്തിന്റെ കാടിനകത്തൂടിയാ. കരുവേലകത്തിന്റെ വള്ളികളെല്ലാം ചുറ്റിക്കിടക്കുന്നതിന്റെ നടുക്കുകൂടി ഇങ്ങനെ കുതിര ഓടിച്ചു പോകുമ്പോൾ ഈ പറന്നിക്കുന്ന ആമേൻ ഈ തന്റെ തലയിലെ മുടി കരുവേലകത്തിൽ ചുറ്റി. കരുവേലകത്തെ ചുറ്റിപ്പിടിച്ചു. കുതിര ഓടിപ്പോയി. ആമേൻ. അബ്ശാലോം കരുവേലകത്തെ തൂങ്ങിക്കിടന്നു. താഴത്ത് തൊടാനൊക്കുന്നില്ല. 12 അടി ഉയരത്തിൽ കഴുകുമരത്തിൽ മുടി ചുറ്റി അബ്ശാലോം തൂങ്ങിക്കിടക്കുന്നു.
ആമേൻ. കുതിര പാഞ്ഞുപോയി. അബ്ശാലോമിന് ഇറങ്ങണം, രക്ഷപ്പെടണം. മുടിയെ തൂങ്ങിക്കിടക്കിയ, കൈ പിടിക്കാൻ ഒക്കുന്നില്ല, കാല് പിടിക്കാൻ ഒക്കുന്നില്ല, കാല് നിലത്ത് വെക്കാൻ ഒക്കുന്നില്ല. അവൻ ഏകദേശം 120 കിലോ വെയിറ്റുള്ള അബ്ശാലോം അവിടെ കിടന്ന് പിടച്ചിട്ടും കരുവേലകത്തിൽ നിന്നും വിടുന്നില്ല. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. എത്ര സ്പീഡിൽ കുതിര പോയാലും, എത്ര മുടി പറന്നെന്ന് പറഞ്ഞാലും, ഫാനെ ചുറ്റുന്നത് പോലെ ഒന്നും കരുവേലകത്തിൽ ചുറ്റില്ല, അല്ലേ? ദൂത് മനസ്സിലായോ? ചുറ്റുവോ? ഇങ്ങനെ പറമ്പൻ ഓടിപ്പോകുമ്പോ കാറ്റിന് പുറകോട്ട് എത്ര കാറ്റ് പിടിച്ചാലും കരുവേലകത്തിൽ അങ്ങനെ ചുറ്റണമെങ്കിൽ ഫാൻ കാറ്റടിച്ച പോലെ ആയിരിക്കണം, അല്ലേ? കുതിര മുന്നോട്ടോടിയപ്പോൾ കാറ്റിനെ ദൈവം ചുഴലിക്കാറ്റ് പോലെ അടുപ്പിച്ച് കരുവേലകത്തിൽ തൂക്കിക്കൊന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഭൂത മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? അവൻ ഫാന് ചുറ്റുന്നത് പോലെ ദൈവം ചുഴലിക്കാറ്റടിപ്പിച്ച് അവന്റെ മുടിയെ ദൈവം കരുവേലകത്തിൽ ചുറ്റിച്ച് ആകാശത്തിനും ഭൂമിക്കും നടുവേ ദൈവം തൂക്കിയിട്ട് ന്യായവിധി നടത്തിയ ഒരു ദൈവമുണ്ട്. എന്താണ് ഇതിന് കാരണമെന്നറിയാമോ? ദാവീദ് ദൈവത്തെ നോക്കി മൗനമായിരുന്നു. ഭയങ്കര സംഭവം ദൈവമക്കളെ. ഇത്രയ്ക്ക് എനിക്ക് നമ്മളെക്കാൾ അറിയാം, സഹോദരിമാർക്കറിയാമല്ലോ. ഇങ്ങനെ ഓടിപ്പോകുന്നതിനകത്തൊന്ന് മുടി ചുറ്റി പിടിച്ചിട്ട് തൂങ്ങിക്കിടക്കുക. ഇനി അത് അടുത്തത് 120 കിലോ വെയിറ്റുള്ള അബ്ശാലോം ഇത്രയും തൂങ്ങിക്കിടന്നിട്ട് മുടിയുടെ കെട്ട് പൊട്ടിയുമില്ല, മുടിയുടെ അറ്റുപോയുമില്ല, അവിടെ കിടന്നു. എന്നിട്ടും മനസ്സിലായില്ലല്ലേ? പറഞ്ഞു തരാം. ആമേൻ. അബ്രഹാം യാഗം കഴിക്കാൻ മോറിയയുടെ മലയിലോട്ട് കയറുമ്പോ മകനെ യാഗം കഴിക്കാൻ കത്തി പൊക്കിയപ്പോ തമ്പുരാൻ പറഞ്ഞു, ബാലന്റെ മേൽ കത്തി വെക്കരുത്, കത്തി താഴെ വെക്ക്, തലപൊക്കി നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ കണ്ടെന്നാന്നറിയാമോ? കൊമ്പിൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ഒരാട്ടുകൊറ്റൻ. ദൂത് മനസ്സിലായോ നിങ്ങൾക്ക്? അവൻ അനുസരിക്കുന്ന ഒരു അബ്രഹാമും അനുസരണമുള്ള ഒരു മകനും ഇത പർവ്വതം കയറി വരുന്നുണ്ട്. അവൻ എന്നെ അനുസരിക്കുമ്പോൾ അവന് പകരം യാഗം കഴിക്കാൻ ഒരു ആടിനെ വേണം. ഒരിക്കലും മല കയറാത്ത ആടിനെ ദൈവം മല കയറ്റി. ഒരിക്കലും അവൻ ഉയരത്തിലേക്ക് കാല് പിടിച്ച് കയറാൻ സാധ്യതയില്ലാത്തിടത്തോട്ട് ആടിനെ കയറ്റി മലമുകളിൽ കൊണ്ടുവന്നു. എൻ്റെ ദാസന്റെ കൈയെത്തിച്ച് പിടിക്കാൻ പറ്റുന്ന നിലയിൽ കൊമ്പിൽ കുടുക്കിയിട്ടു. ദൂത് മനസ്സിലായോ? നിനക്ക് വേണ്ട നന്മ ദൈവം കുടുക്കിയിടും. നിന്റെ ശത്രുവിനെ കുടുക്കിയിട്ട് ദൈവം ന്യായം വിധിക്കും. ദൂത് മനസ്സിലായെങ്കിൽ ദൈവത്തിന് സ്വതന്ത്രം പറ. നന്മയെ ദൈവം കുടുക്കിയിടുകയും നിനക്കെതിരെ നിൽക്കുന്നവനെ ആകാശത്തിനും ഭൂമിക്കും നടുവിൽ കുടുക്കിയിട്ട് ന്യായവിധി നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തെ കൂടിയ ഇന്ന് പകൽ ആരാധിക്കുന്നത്. വിശുദ്ധ കരമടിച്ച ദൈവത്തിനും നന്ദി പറ. ദൈവമേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഒരു ദൈവ പൈതൽ പോലും ഹൃദയത്തിനകത്ത് ഭാരം വെക്കരുത്, ഹൃദയത്തിനകത്ത് ഒരു വിഷമം വെക്കരുത്. നിങ്ങൾ ധൈര്യമാകുക. നിങ്ങൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. അവൻ ജീവനുള്ള ദൈവത്തെയാണ്. ആ ദൈവത്തെ നോക്കിയിട്ട് ദാവീദ് പറയുന്നു, ഞാൻ യുദ്ധം ചെയ്യില്ല, യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം ദൈവത്തിനുള്ളത്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എവിടെയിരുന്നോ ഞങ്ങളെ കേൾക്കുന്ന ദൈവജനത്തോട് പറയുന്നു, നീ യുദ്ധം ചെയ്യരുത്. നിനക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഓഫീസിൽ നിന്നും നിനക്കെതിരെ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, നിന്റെ തോളെ കൈയിട്ട് നടന്ന സഹപാഠികളിൽ നിന്നും നിനക്കുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ, അതൊന്നിനും നീ തിരിച്ച് പറയണ്ട, തിരിച്ച് ചെയ്യണ്ട. ഒരു കാര്യം ചെയ്യ, ദൈവത്തെ നോക്കി മൗനമായിരിക്കെ. നിന്റെ രക്ഷ അവിടുന്ന് വരും, നിന്റെ വിടുതൽ അവിടുന്ന് വരും, നന്മ തക്ക ന്യായവിധി അവിടുന്ന് വരും. അവൻ എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്റെ ജാമ്യക്കാരൻ എവിടെയാ? എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിൽ. നീ അറിയാതൊരു വിഷയത്തിൽ ചെന്ന് പെട്ടാൽ നിന്നെ ജാമ്യത്തിൽ എടുക്കാൻ ആധാരമേ അല്ലേ കരമടച്ച രസീതും കൊണ്ടിരിപ്പുണ്ട് തമ്പുരാൻ. ദൂത് മനസ്സിലായില്ലല്ലേ? ആരെങ്കിലും ഒരാളെ ജാമ്യത്തിൽ എടുക്കണമെങ്കിൽ എന്ത് വേണം?
കരമടച്ച രസീത് വേണം, സ്വന്തം ഭൂമി വേണം, നിന്റെ പേര് 10 സെന്റ് വേണം, 2 സെന്റ് വേണം, 3 സെന്റ് വേണം, കരമടച്ച രസീതും വേണം. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 24 മണിക്കൂറും അവൻ ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. നിന്നെ എപ്പോൾ വേണേലും ജാമ്യത്തിൽ എടുക്കാൻ തയ്യാറായിരിക്കുക. ഒരാമൻ പറ. ജാമ്യക്കാരൻ എൻ്റെ സ്വർഗത്തിലുണ്ട്. ദൈവ പൈതലേ, എന്തിനാ ഭാരപ്പെടുന്നത്? കരമുയർച്ചു ദൈവത്തിന് നന്ദി പറ. അപ്പോ സ്തോത്രം. ഈ 62-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം ദാവീദ് തൻ്റെ ഹൃദയത്തെ പ്രതിസന്ധിയുടെ നടുവിൽ ബലപ്പെടുത്തുന്ന, തന്നെത്താൻ ബലപ്പെടുത്തുന്നു. എന്ത് ചെയ്യുന്നു? തന്നെത്താൻ ബലപ്പെടുത്തുന്നു. ഈ മറ്റുള്ളവരെ ബലപ്പെടുത്താൻ കഴിയും, പക്ഷെ അതേ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ബലപ്പെടാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? ഈ ആശ്വസിക്ക്, സമാധാനപ്പെട്, കുഴപ്പമൊന്നുമില്ല, കടഭാരം മാറും, ഞെരുക്കം മാറും, നിന്ന മാറും എന്നൊക്കെ പറയാൻ എളുപ്പമാണേ. പക്ഷെ അത് അനുഭവിക്കണം. ആ അനുഭവം വന്നു കഴിയുമ്പോൾ അതിനകത്തുനിന്ന് പിടിച്ചു നിൽക്കാൻ നീ തയ്യാറാണോ? നിന്നെ പരാജയപ്പെടുത്താൻ ആർക്കും പറ്റില്ല. അപ്പോൾ ദൈവം നോക്കുന്ന ഏറ്റവും വലിയ വിടുതൽ എന്താണെന്നറിയാമോ? നമ്മൾ ഈ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായി ആ പ്രശ്നത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ കഴിയും, അവിടെയാ റിസൾട്ട്. ദാവീദിന്റെ ഏറ്റവും വലിയ വിടുതൽ എന്താണെന്നറിയാമോ? ദാവീദ് മറ്റുള്ളവർക്കെല്ലാം വിടുതൽ കൊടുത്തു, പക്ഷെ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ താൻ തന്നെത്താൻ ബലപ്പെട്ടു. എന്നെ ഇന്ന് രാത്രി ചിന്തിപ്പിച്ച അനുഗ്രഹമായൊരു ദൂത്, ദാവീദിന്റെ ജീവിതത്തിന്റെ പ്രശ്നത്തിൽ ദാവീദിനെ ബലപ്പെടുത്താൻ ആരുമില്ലായിരുന്നു, തന്നെത്താൻ ദാവീദ് ബലപ്പെട്ടു. എന്ന് പറയാമോ? തന്നെത്താൻ ഇങ്ങനെ ബലപ്പെട്ട് വേറൊരു മനുഷ്യനുണ്ട്, തന്നെത്താൻ ബലപ്പെട്ട വേറൊരു മനുഷ്യനുണ്ട്. ആരാന്നറിയാമോ? അവൻ യോബ് ഉണ്ട്. പക്ഷേ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരാളുണ്ട്, ദൈവദാസനായ ദാനിയേൽ. എന്താണ്? തനിക്കെതിരെ കൈരേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞിട്ടും താൻ ചെയ്യേണ്ട ജോലിയെല്ലാം കൃത്യമായി ചെയ്തു തീർത്ത് വീട്ടിൽ ചെന്ന് യെരൂശലേമിന്റെ കിളിവാതിൽ നേരെ തുറന്ന് ദിവസവും ചെയ്യുന്നത് പോലെ സൈലന്റായി താൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഒരു സ്തോത്രം പറയാമോ? ശാന്തമായി. എന്നിട്ട് ദാനിയേലിനോട് തന്നെ പറഞ്ഞു കാണും, സിംഹത്തെ സൃഷ്ടിച്ചവനെയാണ് ഞാൻ സേവിക്കുന്നത്. കാറ്റും കടലും കരയും ഈ മഹാസമുദ്രവും ഉണ്ടാക്കിയവനെ ഞാൻ ഭജിക്കുന്നു എന്ന് പണ്ട് യോന പറഞ്ഞതുപോലെ, അല്ലേ? യോനയെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ഹലോ ഹലോ ഹലോ, എന്താ, ആരാണ്, എന്താ പേര്? യോന. ഏത് നാട്ടുകാരനാ? എബ്രായനാ. കണ്ണൊക്കെ തിരുമി എഴുന്നേറ്റിട്ട് പറയുക, കാറ്റും കടലും കരയും സമുദ്രവും അതിലുള്ള എല്ലാം ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെ ഭജിച്ചു വരുന്നവനാണ് ഞാൻ. എന്നെ അങ്ങ് പൊക്കിയിട്ടേക്ക്. അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഉണ്ടാക്കിയവനാണ് അവനെങ്കിൽ ഇതിനകത്തൊന്നും എന്നെ പൊക്കി കരയെ കയറ്റാൻ അവനറിയാം. ഇത് മനസ്സിലായി? എന്നെ അങ്ങ് പൊക്കിയിട്ടോ. ഈ രാത്രിയിൽ ദൈവമക്കളോട് ആത്മാവ് പറയുന്നു, നിങ്ങളുടെ വിഷയത്തിൽ മറ്റാരാലും നിങ്ങൾ ബലപ്പെടാതെ ഒറ്റയ്ക്ക് ബലപ്പെടാൻ തയ്യാറാണ്. അതിനൊരു വാക്യം ഞാൻ തരാം. പണ്ടൊരിക്കൽ ഒരു ഭക്തൻ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. എന്നെ ശക്തനാക്കുന്ന ഒരുവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഞാൻ ക്ഷീണിക്കത്തില്ല, ഞാൻ തകരത്തില്ല, ഞാൻ തളർന്നു പോകത്തില്ല. ഞാൻ എന്നെ തന്നെ ബലപ്പെടുത്തുക, ഞാൻ എന്നെ തന്നെ ശക്തീകരിക്കുക. കർത്താവിന് സ്തോത്രം പറഞ്ഞു. ആമേൻ, ആമേൻ. കർത്താവ് നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞു. വേദപുസ്തകത്തിൽ ദാവീദ് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? ഈ പ്രതിസന്ധിയെ ദാവീദ് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുകയും ഒറ്റയ്ക്ക് അതിനെ ഓവർകം ചെയ്യുകയും ചെയ്യും. എല്ലാവരും പറഞ്ഞേ, നമ്മൾക്ക് വരുന്ന പ്രശ്നത്തെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യണം.
ഒരു സ്വോത്രം പറഞ്ഞേ. ഈ 62-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം അതാണ്. എനിക്കെതിരെ വരുന്ന പ്രശ്നത്തെ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അതിനെ ജയിക്കും. മനുഷ്യനല്ലേ ഏറെ കുറേയൊക്കെ ഉണ്ടാകും. വായിച്ചേ, അതിനെ ഉണ്ടല്ലോ 2-ാം വാക്യം. അത് അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. കുറച്ചൊക്കെ എന്ത് ചെയ്യും? ഒന്നെല്ലായിടത്തും പറഞ്ഞേ, ഏറെ കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പറയുന്നേ, കുറച്ചൊക്കെ കുലുങ്ങുവന്നേ. കുറച്ചൊക്കെ. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാന്നേ. നീതിമാൻ അനർത്ഥം ഉണ്ടെന്നേ. നീതിമാൻ വീണാലും അപ്പൊ വീഴുവന്നേ. ഒരു അല്ലല്ലോ പറ. ചിലരുടെ ധാരണ, ഞാൻ ആരാന്നറിയാമോ, ഞാൻ 1900 ഇന്ന മാസം രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഞാൻ ഇന്ന കുടുംബത്തിൽ, ഞാൻ വീഴില്ല എന്ന്. പോ സഹോദര, ആരാ പറഞ്ഞു വീഴത്തില്ലെന്ന്? വീഴും, ഭക്തൻ വീഴും. പക്ഷെ വീണാലും നിലംപടി ചാകില്ല. അതുകൊണ്ടാണ് സാത്താൻ യേശുവിനോട് പറഞ്ഞത്, താഴോട്ട് ചാട്, നീ സേവിക്കുന്ന ദൈവം നിന്നെ കുറിച്ച് മുൻപേ എഴുതി വെച്ചിട്ടുണ്ട്, കാല് കല്ല് തട്ടി പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരെ കൽപ്പിക്കും. അപ്പൊ നീ വീണാലും താങ്ങാൻ ഒരുവനുണ്ട്. ഏറെക്കുറെ കുലുങ്ങിയാലും തകർന്നു പോകാതെ ഒരുവൻ നിന്റെ കൂടെയുണ്ട്. അവൻ താളടിയാകാതെ പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നല്ലൊരു ഹല്ലേലൂയ പറ. അയ്യോ, എനിക്കൊരു ചെറിയ വീഴ്ച വന്നു, അപമാനമാണ്. അയ്യോ, ഞാൻ ഏറെക്കുറെ, അതൊക്കെ പറയാനായിട്ട് ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയൊരു അഭിമാന പ്രശ്നം എന്താണെന്നറിയോ? ഇതിനകത്ത് വന്നാൽ എന്തെങ്കിലും ഒരു താളടിയോ എന്തെങ്കിലും ഒരു ട്രാജഡിയോ സംഭവിച്ചാൽ അത് സംഭവിച്ചു എന്ന് പറയാൻ ഭയങ്കര നാണക്കേടാണ്. അയ്യോ, അവരെന്നെ എങ്ങനെ കാണും, എങ്ങനെ കാണും, അവരെന്നെക്കുറിച്ച് എന്തോർക്കാനാ ദൈവം. ഇതിൽ ഒരു കാര്യം പറയാം, എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയാം. നീ നേരിടുന്ന നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിൽ ഒരൊറ്റ ഒരുത്തനുണ്ടാവില്ല നിന്റെ കൂടെ നിൽക്കാൻ. നീ ഒറ്റക്കും ദൈവം കൂടെ മാത്രമേ ഉണ്ടാവും. സ്വോത്രം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞേ, ഞാൻ ഈ ചർച്ചിൻ്റെ ഈ പുൾപിറ്റിൽ നിന്നും ഞായറാഴ്ച പ്രസംഗിച്ച് ഞാൻ വാവിട്ട് കരഞ്ഞ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പ്രശ്നത്തിൻ്റെ സങ്കീർണത്തിൻ്റെ അത്യുച്ചെന്നിരിക്കുമ്പോൾ ഞായറാഴ്ച ചർച്ചയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ പ്രസംഗ പീഠത്തിൻ്റെ താഴോട്ട് ഇറങ്ങി വരാൻ എൻ്റെ കൈക്ക് പിടിക്കാൻ കാത്തു നിന്നവർ ആഴ്ചകൾ തോറും ഇതിനകത്ത് വന്നു നിന്നിട്ടും പ്രസംഗത്തിൻ്റെ ചാതുര്യത്തിന് കുറവ് വന്നില്ല, പ്രസംഗത്തിൻ്റെ ആഴത്തിന് കുറവൊന്നില്ല, കയ്യടിയുടെ ആരാധനയും കുറച്ച് കളഞ്ഞില്ല. പുറത്തോട്ട് വന്ന് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കും അവർ പറഞ്ഞ ചീത്തയ്ക്കും എല്ലാം തലകുനിച്ച് നിന്ന് എല്ലാം കേട്ടിട്ട് സ്തോത്രം പറഞ്ഞ് വീട്ടിൽ പോയി. അന്ന് വരെ കൂടെ നിന്നവരെല്ലാം കാണാതെ പോയി. ഒരു ദിവസത്തിൽ 10 പ്രാവശ്യം വീട്ടിൽ വരുന്നവനൊന്നും വന്നില്ല സഹോദര. ഇത് ഞാൻ എവിടെയും പറയും, ഏത് കോണിലും പറയും. ഞാൻ ഈ ചർച്ച് പ്രസംഗിക്കുന്ന ഈ ചർച്ചിനകത്ത് എൻ്റെ കൂടെ അന്ന് ഒരാൾ നിന്നു എന്ന് പറയാനില്ലായിരുന്നു എനിക്ക്. അയ്യോ, ശരിയാണ്, നാട്ടുകാരൊക്കെ പറയുന്ന പോലെ ബിജുപാർശ്വം അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ ന്യൂട്രടിച്ചൊക്കെ നിൽക്കുന്നെങ്കിലും പുള്ളി ഇതിൻ്റെ കുറച്ചൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, പുള്ളിയും കുറച്ചൊക്കെ ഇതിനകത്ത് ഭാഗവാക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പതുക്കെ എസ്കേപ്പായി എല്ലാവരും ഒന്ന് ഒഴിഞ്ഞു മാറി അവരവരുടെ തടി നന്നായിട്ട് സൂക്ഷിച്ചു. അപ്പോഴും ബൈബിൾ പറയുന്നത് പോലെ ഞങ്ങൾ മൗനമായിരുന്ന ദൈവമുഖത്തോട്ട് നോക്കി ദൈവം തെളിയിച്ചു. ആ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. വീഴും, സാഹചര്യം വരും, കുലുങ്ങുമെന്ന് തോന്നും, ഒന്നും പേടിക്കണ്ട. നീ വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. സ്തോത്രം. ഞാൻ ധൈര്യമായിട്ടാ പറയുന്നേ. ഇന്ന് കയ്യിൽ കാശുണ്ടോ, നാളെ ഒന്നുമില്ലാതെയാകും. നിന്റെ പേഴ്സ് കാലിയാകട്ടെ, നിറക്കുന്നൊരു ദൈവം കൂടെ ഉണ്ടെന്ന്. പിന്നെ എന്തിനാ ഭാരപ്പെടുന്നേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേ. ഞാൻ അന്നൊരു തീരുമാനമെടുത്തത് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു. എനിക്ക് വണ്ടിയില്ലെങ്കിൽ ഞാൻ കഴിയുന്നതും മാക്സിമം ആരുടെയും വണ്ടി മേടിച്ച് ഞാൻ ഓടിക്കത്തില്ല. ബൈക്കില്ലെങ്കിൽ ആരുടെയും ബൈക്ക് മേടിച്ച് ഞാൻ മാക്സിമം ഞാൻ ആരുടെയും ബൈക്ക് മേടിച്ച് ഉപയോഗിക്കില്ല, ആരുടെയും കാറ് മേടിച്ച് ഉപയോഗിക്കത്തില്ല. അന്നെടുത്തൊരു തീരുമാനമാണ്.
ഉണ്ടായ ബൈക്ക് കയ്യിൽ നിന്ന് പോയി. ഉണ്ടായ കാറും കൊണ്ട് കൊടുത്തു. കാറുമില്ല, ബൈക്കുമില്ല. ഒരു ബൈക്ക് കിട്ടിയിരുന്നെങ്കിൽ അന്നൊരു മീറ്റിങ്ങിന് പോകാമായിരുന്നു പുനലൂര്. ആഗ്രഹിച്ചു, ആരും തന്നുമില്ല. അന്ന് ഞാൻ എടുത്തു. ആരോടും ഉപയോഗിക്കത്തില്ല. ഇല്ലെങ്കിൽ ബസ്സിന് പോകുക, ഇല്ലെങ്കിൽ ട്രെയിന് പോകുക, ഒന്നുമില്ലെങ്കിൽ നടന്നു പോകുക. അന്നൊരു തീരുമാനം എടുത്തു. ആരുടെ മേടിക്കത്തില്ല, ആരുടെ ഉപയോഗിക്കത്തുമില്ല. പിന്നെ കഷ്ടകാലത്തിന് എവിടെയെങ്കിലും ചെന്ന് പൊട്ടുപോയി അവൻ അത്യാവശ്യത്തിന് എന്തെങ്കിലും ഇന്ന ഇത് കൊണ്ടുപോയി മേടിച്ചോണ്ട് വാ, ചെയ്തോണ്ട് വാ, അങ്ങനെ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. എനിക്കൊരു കാര്യം ദൈവം എന്നെ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്കെതിരെ പ്രശ്നമുണ്ട്, പ്രശ്നം വരും, പ്രതിസന്ധി വരും, കുലുങ്ങിപ്പോകുമെന്ന് നമുക്ക് തോന്നും. അവിടെ ഒന്നും തകരരുത്. സ്വയം ബലപ്പെടുത്തിയേക്കണം. ഇതിനെ ഞാൻ ജയിക്കുമെന്ന് പറയണം. എന്നിട്ട് ഓക്കെ, സമയമല്ലേ? ആമേൻ. വാക്യം എന്നാണ്? ഏറെ ഞാൻ എന്ത് ചെയ്തു? കുലുങ്ങയില്ല. അപ്പൊ കുറച്ചൊക്കെ നമുക്ക് എന്തു വന്നു? കുലുക്കം വന്നു. പക്ഷെ അവിടെ 3-ാം വാക്യത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. 4-ാം വാക്യം ഒന്ന് വായിച്ചേ. അവന്റെ പദവിയിൽ അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത്. ദാവീദ് പറഞ്ഞു കേട്ടോ, എനിക്കെതിരെ ഇവര് കൂട്ടം കൂടി എന്നാന്നറിയാം, എന്റെ പദവിയിൽ നിന്ന് എന്നെ എന്ത് ചെയ്യാം? തള്ളിയിടുക. എന്നെ ദൈവം നിർത്തിയ ഒരിടമുണ്ട്, എന്നെ ദൈവം ആക്കി വെച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നെ തള്ളിയിടാൻ. അവൻ കുടുംബമാണോ അതിനകത്തൊന്ന്, സന്തോഷമാണോ അതിനകത്തൊന്ന്, സമൃദ്ധിയാണോ അതിനകത്തൊന്ന്, ജോലി മേഖലയാണോ അതിനകത്തൊന്ന്, ഏത് പദവിയും നിന്ന് നിന്നെ തള്ളിയിടാൻ നോക്കിയോ അവിടെയെല്ലാം നീ മൗനമായിരുന്നോ. ഒരു ദൂതും അവൻ ആത്മാവിൽ ഞാൻ നിന്നോട് വിളിച്ചു പറയുക. അവൻ 11-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 11-ാമത്തെ വാക്യം. ബലം ദൈവത്തിലുള്ളതെന്ന് ദൈവം ഒരിക്കൽ ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടു. ഇതാണ് മൗനമാകാൻ കാര്യം. ഒത്തിരി പറയാനുണ്ട്, പക്ഷേ ഞാൻ സമയമില്ല. മൗനമാകാൻ കാര്യം എന്നാന്നറിയാമോ? ഈ മനുഷ്യൻ ഈ പ്രശ്നം തനിക്ക് വരുന്നതിന് മുമ്പ് 2 പ്രാവശ്യം പുള്ളി ഒരു ദൂത് കേട്ടു. പ്രവാചകനിൽ നിന്നല്ല, നേരിട്ട്. ആരീന്നാ കേട്ടെ? നേരിട്ട് ദൈവം ദാവീദിനോട് 2 പ്രാവശ്യം ഒരു ദൂത് പറഞ്ഞു. ആ ദൂത് എന്നാന്നറിയാമോ? ബലം ദൈവത്തിനുള്ളത്. എല്ലാവരും ഒന്ന് പറ. ഞാൻ എന്തുകൊണ്ടാണ് മൗനമായിരുന്നതെന്നറിയാമോ? എന്തുകൊണ്ടാണ് ഞാൻ അവനെതിരെ വാളെടുക്കാഞ്ഞെന്നറിയാമോ? എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, പണ്ടൊരിക്കൽ ബലം എനിക്കുള്ളതാണ്, ശക്തി എനിക്കുള്ളതാ ദാവീദേ, ശക്തി എനിക്കുള്ളത്. നീ ധൈര്യമായിട്ടിരിക്കുന്നേ, നീ ധൈര്യമായിട്ടിരിക്കുന്നേ. നീ എന്തിനാ കരയുന്നേ? നീ എന്തിനാ ഭാരപ്പെടുന്നേ? ആത്മാവിലൊന്ന് ആരാധിച്ച് പറയാമോ? സഹോദരൻ, നീ എന്തിനാ ഭാരപ്പെടുന്നേ? സഹോദരി, നീ എന്തിനാ ഭാരപ്പെടുന്നേ? ദാവീദ് പറയുന്നു, ഞാൻ ഒരിക്കൽ ഒരു മെസ്സേജ് കേട്ടു, ഒരിക്കൽ ഞാനൊരു ദൂത് കേട്ടു. ഞാൻ കേട്ട ദൂത് എനിക്കൊരു വാഹനം കിട്ടുമെന്നല്ല, എനിക്കൊരു വാമൻ വീട് കിട്ടുമെന്നല്ല. ഞാൻ കേട്ട ദൂത് എന്നറിയാമോ? എന്റെ പ്രാർത്ഥന മുറിക്കകത്ത് എന്റെ ദൈവം ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ദാവീദേ, എനിക്ക് ബലമുണ്ടടാ, എനിക്ക് ബലമുണ്ട്, 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 ബലമുണ്ട്. ആരാധിക്കുന്ന ദൈവമൊക്കെ തിരിച്ചറിയുക. ബലഹീനനായ ഒരു ദൈവത്തെയല്ല. എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ പറ്റുമോ? അല്പസമയം ഒന്ന് ദൈവത്തെ ആരാധിച്ച് എത്ര പേര് പറയോ? ദാവീദ് പറയുന്നു, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് ബലമുണ്ട്, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവത്തിന് ബലമുണ്ട്. ഞാൻ 2 പ്രാവശ്യം കേട്ടു, 2 പ്രാവശ്യം കേട്ടു, 2 തവണ ഞാൻ കേട്ടു. ഒരിക്കൽ അവൻ ദൈവം എന്നോട് പറഞ്ഞു, ബലം ഒരിക്കൽ ദൈവം എന്നോട് അരുളി ചെയ്തു, ബലം എനിക്കുള്ളത്. 2 തവണ ഞാൻ കേട്ടു. ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, നീ ഉടഞ്ഞു പോകത്തില്ല, നീ തകർന്നു പോകത്തില്ല. നിന്റെ വിഷയത്തിന്റെ നടുവിൽ നീ ഉടയാൻ ദൈവം അനുവദിക്കില്ല. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, ഞാൻ മൗനമായിരിക്കും. എന്റെ പദവിയിൽ നിന്നും എന്നെ തള്ളിയിടാൻ, എന്നെ ദൈവമാക്കിയിടത്തുനിന്ന് എന്നെ തള്ളി താഴെയിടാൻ ശക്തികൾ എഴുന്നേറ്റാലും, വ്യക്തികൾ എഴുന്നേറ്റാലും എനിക്കത് ഭാരമല്ല. ആമേൻ. അവർ എനിക്കെതിരെ ചാഞ്ഞ മതിൽ പോലെ, ആടുന്ന വേലി പോലെ അവർ എനിക്കെതിരെ കയറി വരുന്നു. പക്ഷെ ഞാൻ പതറുകയില്ല, ഞാൻ വീഴുകയില്ല. കാരണം എന്റെ ദൈവത്തിന് ബലമുണ്ട്. ആത്മാവിൽ ആരാധിച്ചു പറ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആത്മാവിലൊന്ന് ആരാധിച്ച് എന്നിട്ട് പറ, ഞാനും അത് കേട്ടു, ഞാനും അത് കേട്ടു, ഞാനും അത് കേട്ടു. എത്ര പേര് പറയും, ആ ദൂത് ഞാനും കേട്ടു, ആ ശബ്ദം ഞാനും കേട്ടു. ഞാൻ കേട്ട ശബ്ദം എന്താണ്? ബലം ദൈവത്തിനുള്ളത്, ബലം ദൈവത്തിനുള്ളത്. എത്ര പേര് ആരാധിച്ചുകൊണ്ട് പറയും, എന്റെ ദൈവത്തിന് ബലമുണ്ട്, എന്റെ ദൈവത്തിന് ബലമുണ്ട്, എനിക്കൊരു വിജയം തരാം,
എനിക്കൊരു വിജയം തരാൻ, എന്നെ മാനിക്കുവാൻ, എന്റെ തല ഉയർത്തുവാൻ എന്റെ ദൈവത്തിന് ബലമുണ്ട്. ബലഹീനനായ ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്, ബലമില്ലാത്തൊരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് ബലമുണ്ട്. ദാഗോന്റെ ക്ഷേത്രത്തിൽ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയി വെച്ചു. അവൻ പിറ്റേ ദിവസം അവർ എഴുന്നേറ്റ് വന്നപ്പോൾ ദാഗോൻ കമിണ് വീണ് കിടക്കുന്നു. ആ ദാഗോനെ അവർ എഴുന്നേൽപ്പിച്ചു നിർത്തി. പിറ്റേ ദിവസം വന്നപ്പോൾ ദാഗോൻ ഇതാ താഴെ കിടക്കുന്നു. ദാഗോന്റെ തലയില്ല, ദാഗോന്റെ കൈപ്പത്തിയില്ല. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചില ദാഗോന്റെ കൈപ്പത്തി ഇന്ന് രാത്രി ഉടയാൻ പോകുന്നു. ചില ദാഗോന്റെ ശിരസ് ഇന്ന് രാത്രി ദൈവം ഉടക്കാൻ പോകുന്നു. ദൈവജനത്തിനെതിരെ ഉയർത്തിപ്പിടിച്ച ദാഗോന്റെ കരങ്ങൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറുന്നു. ദാഗോന്റെ ശക്തികൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറുന്നു. നിനക്കെതിരെ കരമുയർത്തിയ ദാഗോൻ, നിനക്കെതിരെ തല ഉയർത്തിയ ദാഗോൻ, അതിനെ ദൈവം ഇന്ന് ഉടച്ചു കളയാൻ പോകുന്നു. ഉടമനഘടകന ആരുടക്കി ആത്മാവിന്റെ രാത്രി പറയുന്നു, നിന്റെ ബിസിനസ്, നിന്റെ ജോലി, നിന്റെ കുടുംബം, അതിനകത്തുനിന്ന് നിന്നെ തകർത്ത് കളയാൻ എന്റെ ദൈവം അനുവദിക്കില്ല. ആരെയും ദൈവം അനുവദിക്കില്ല. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്താൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്താൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്താൽ ചേർന്ന് പറ. ഉണ്ട് ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം നമുക്കുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാത്താൻ നിരന്തോടും. യേശുവിൻ നാമത്തിൽ നിന്നിടുമ്പോൾ നമുക്കെതിരാ നിന്നിടും. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ജയം നമുക്കുണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്താൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്താൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്താൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. ആമേൻ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ 2 പ്രാവശ്യം അത് കേട്ടു. ഞാൻ എന്താ കേട്ടെ? എല്ലായിടത്തും പറയാമോ? ദാവീദ് പറഞ്ഞു 2 പ്രാവശ്യം ഞാൻ എന്താ കേട്ടെ? ബലം ദൈവത്തിനുള്ളത്. ആദ്യം 1 പ്രാവശ്യം ഞാൻ കേട്ടു. ഇപ്പൊ 2 പ്രാവശ്യം പിന്നെ കേട്ടു. ബലം ദൈവത്തിനുള്ളത്. മൂന്നാമത് ഒന്നുകൂടി ഇന്ന് രാത്രി ദൈവം നിങ്ങോട്ട് പറയുന്നു, ബലം ദൈവത്തിനുള്ളത്. ധൈര്യമായിട്ട് പോ. ഉറങ്ങുന്നതിന് മുമ്പ് പറ, ബലം ദൈവത്തിനുള്ളത്. നടക്കുമ്പോ പറ, ബലം ദൈവത്തിനുള്ളത്. ജോലി ചെയ്യുമ്പോ പറ, ഏത് ശക്തി വരാനാന്നേ ധൈര്യമായിട്ട് നീ പറ. ഒരു ആഭിചാരം, ഒരു മന്ത്രവാദവും, ഒരു ശുത്രവും, ഒരു ആഭിചാര മണ്ഡലവും നിനക്കെതിരെ അടുക്കില്ല. നീ ഇത് മാത്രം പറഞ്ഞാൽ മതി, ബലം ദൈവത്തിനുള്ളത്. സ്വർഗീയ പിതാവേ, ബലം നിനക്ക്, ശക്തി നിനക്ക്, ബഹുമാനം നിനക്ക്, തേജസ്സം നിനക്ക്, മാനം നിനക്ക്,
ധനം നിനക്ക്, അവൻ എല്ലാം എല്ലാം യേശുവേ നിനക്ക്. അറുക്കപ്പെട്ട കുഞ്ഞാടേ, സകല ബഹുമാനവും സകല ശക്തിയും സകല ബലവും നിനക്ക് മാത്രം. അങ്ങ് ഭൂമിയെ ഭരിക്കുന്നു, രാജ്യങ്ങളെ ഭരിക്കുന്നു, രാജാക്കന്മാരെ ഭരിക്കുന്നു. അങ്ങയ്ക്ക് ബലം തുലനം പറയാൻ ഉലകത്തിൽ ഒരു മനുഷ്യൻ ഇല്ല കർത്താവേ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ കർത്താവ്, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം, അങ്ങ് മാത്രമാണ് രാജാതി രാജാവ്. ഞങ്ങൾ അങ്ങയെ മാത്രം സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യം നീ, സ്തുതിക്ക് യോഗ്യം നീ, ബലം നിനക്ക് മാത്രം. ഞങ്ങളത് കാണും, ഞങ്ങളത് അനുഭവിക്കും. നിന്റെ ജനത്തിന്റെ കൂടെ അപ്പാ അങ്ങ് പോകർത്താവേ, അങ്ങ് നടക്ക് കർത്താവേ. അവരെവിടെ ബലഹീനനാകുന്നോ അവിടെ ബലവാനായി അങ്ങ് കൂടെ നിൽക്കണമേ. മഹത്വം അങ്ങേക്ക്. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും സഭയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ വരണമേ. സമാധാനത്തോടെ കടന്നു പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.